ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴിയെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സ്റ്റേക്കിങ്ങിനെ കുറിച്ചും ഫാമിങ്ങിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുക. ഫാമിംഗ് അവസരത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ ക്രൈസിസിൽ നിന്നും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കരകയറി മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സീഡ് ഫണ്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുക. സീഡ് ഫണ്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കിവിടെ 5000 PVC മെറ്റ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് ടോക്കൺ ആവശ്യമാണ്. അതുപോലെ തന്നെ ഗ്യാസ് ഫീസായിട്ട് അതിന് BNB കൂടി ആവശ്യമാണ്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോസസ്സിൻ്റെ പാർട്ട്ണർഷിപ്പിലേക്ക് കടന്നു വരാം. സീഡ് ഫണ്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റെഫറൽ അക്കൗണ്ട് നമ്പർ ആവശ്യമാണ്. അത് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾ സീഡ് ഫണ്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്ന 5000 ടോക്കൺ നിങ്ങൾക്ക് 1000 ദിവസം കൊണ്ട് 10000 ടോക്കണായിട്ട് തിരികെ ലഭിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായ ഫാമിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. ഫാമിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ബാങ്കിങ് പ്രോഗ്രാമിൽ നിങ്ങൾ ചെയ്യുന്ന FD പോലെയുള്ള ഒരു പ്രോഗ്രാമാണ്. ബാങ്കിങ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഫിസിക്കൽ കറൻസി ക്രയവിക്രയം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മീഡിയേറ്ററാണ്. അതുപോലെ ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ അസറ്റുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മീഡിയേറ്ററാണ് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി ബിനാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചാണ്. അതേ ബിനാൻസിൻ്റെ എക്സ്ചേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ കഴിയും. ഫാമിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ക്രിപ്റ്റോ കറൻസി ഫാമിംഗ് ഉണ്ട്. ക്രിപ്റ്റോ കറൻസിയിൽ ഫാമിംഗ് ചെയ്യുന്നതിനെ ഈൽഡ് ഫാമിംഗ് എന്നാണ് പറയുക. അവിടെ നമുക്കുള്ളൊരു റിസ്ക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയുടെ വില എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ക്രിപ്റ്റോ കറൻസിയിൽ ഈൽഡ് ഫാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നഷ്ടസാധ്യതയും ലാഭസാധ്യതയും ഉണ്ട്. ക്രിപ്റ്റോ കറൻസിയുടെ വില ഉയർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലാഭവും ഒരുപക്ഷെ താഴ്ന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടവും വരാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ സിസ്റ്റം ആദ്യമായി ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവതരിപ്പിക്കുന്നത്. ഒരു ക്രിപ്റ്റോ കറൻസി ടോക്കൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ കറൻസിയുടെ പേരിലാണ് പ്രവർത്തിക്കുക. ഇവിടെ PVC മെറ്റ എന്ന് പറയുന്ന ടോക്കൺ പ്രവർത്തിക്കുന്നത് ഡോളറിൻ്റെ പേരിലാണ്. നമുക്കിവിടെ ഫാമിംഗ് ചെയ്യേണ്ടത് ഡോളർ ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കിവിടെ ഫാമിംഗ് പീരിയഡ് എന്ന് പറയുന്നത് 1000 ദിവസമാണ്. ഫാമിങ്ങിൽ ഓരോ പ്രൊജക്റ്റും പല വിധത്തിലുള്ള കാലയളവുകളാണ് നമുക്ക് നൽകുന്നത്. 1 വർഷം, 2 വർഷം, 5 വർഷം, 6 മാസം, ഇങ്ങനെ പല വിധത്തിലുള്ള അളവുകളിലാണ് ഫാമിംഗ് ചെയ്യാറുള്ളത്. ഞാൻ പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ ഫാമിംഗ് പീരിയഡ് എന്ന് പറയുന്നത് 1000 ദിവസമാണ്. ഓക്കെ, നമുക്കിവിടെ ഫാമിംഗ് എന്ന് പറയുന്നത് ഡോളർ, അതായത് USDT ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇവിടെ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുന്നത് $200 ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ നമുക്കൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ $5000 വരെ നമുക്കൊരു തവണ ഫാമിംഗ് ചെയ്യാൻ കഴിയും. ഇവിടെ സംഭവിക്കുന്നത് 1000 ദിവസത്തെ സ്മാർട്ട് കോൺട്രാക്റ്റ് അഡ്രസ്സാണ് രൂപപ്പെടുന്നത്. നിങ്ങളൊരു $5000 ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 0.20 ആണ് നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നത്. 1000 ദിവസം നിങ്ങൾക്കത് തുടർച്ചയായി ലഭിക്കുമ്പോൾ നിങ്ങളുടെ $5000 എന്ന് പറയുന്നത് $10000 നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് തിരികെ ലഭിക്കും. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് അവരുടെ അസറ്റുകൾ കണ്ടെത്തുന്നത്, അതായത് അവർ ബിസിനസ് ചെയ്യുന്നതിനുള്ള അസറ്റുകൾ കണ്ടെത്തുന്നത് പല രൂപത്തിലാണ്. ഉദാഹരണമായി ബാങ്കിങ്ങിൽ FD പോലെ, അല്ലെങ്കിൽ ഒരല്പം പലിശ അധികം കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു. അങ്ങനെ പല രീതിയിലാണ് നമ്മുടെ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലകളിൽ അസറ്റുകൾ സ്വീകരിക്കുന്നത്. എന്നാൽ മാത്രമാണ് അവർക്ക് എല്ലാ ആളുകൾക്കും സർവീസ് കൊടുക്കുന്നതിന് കഴിയുകയുള്ളൂ. അതുപോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പോൾ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസിയുടെ മീഡിയേറ്ററായി പ്രവർത്തിക്കുന്നത് എക്സ്ചേഞ്ചുകളാണ്. ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ട്. ഈ ആളുകൾക്ക് മുഴുവൻ സർവീസ് കൊടുക്കുന്നതിന് വേണ്ടി എക്സ്ചേഞ്ച് തയ്യാറാകുന്ന സമയത്ത് അവരുടെ അസറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് FD പോലെ ഫാമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു വ്യക്തി ഫാമിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഗ്രിമെൻറ്റ് കാലാവധി വരെ നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ് എക്സ്ചേഞ്ച് ഒന്നുകിൽ ട്രേഡിങ്ങിലോ അതുപോലുള്ള മറ്റ് ഒരുപാട് ഓപ്ഷനിലേക്ക് അത്യാവശ്യമുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് നൽകുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും
കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്നാണ് നിങ്ങളുടെ എഗ്രിമെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് 0.20 എന്ന് പറയുന്ന ആ റിട്ടേൺ വഴി നിങ്ങളുടെ അസറ്റ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഫാമിങ്ങിന് വിധേയമായ പണം നമുക്ക് നേരെ ഇരട്ടിയായി ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ അസറ്റായ ബിറ്റ്കോയിൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അത് പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വാലറ്റിലാണ്. അങ്ങനെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു 12 സീക്രട്ട് ഫ്രൈസാണ് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. ബോണ്ട് എന്ന് പറയുന്നത് അതാണ്. അത് നിങ്ങൾക്കല്ലാതെ മറ്റൊരു വ്യക്തിക്ക് അറിയാൻ സാധിക്കില്ല. ഉദാഹരണമായി പേൾവെൻ ഇൻ്റർനാഷണൽ നടത്തുന്ന ഈ ഒരു ഫാമിങ്ങിലൂടെ നിങ്ങൾ ഫാം ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തിൻ്റെ ഒരാൾക്ക് പോലും നിങ്ങളുടെ സീക്രട്ട് പ്രൈസ് അറിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അതുകൊണ്ടാണ് ഇന്ന് ബിറ്റ്കോയിൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മേഖലയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക വിജയം നേടാൻ കഴിയുന്ന ഒരവസരമാണ് പേൾവെൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ.